കല്ലാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി സനലവിയെ കല്ലാശ്ശേരിയിൽ ഒരു കൂട്ടം ആളുകൾ തടഞ്ഞതായി പരാതി. ഭക്ഷണം കഴിക്കും. നമ്മളോട് എത്തിയില്ലേ? നമ്മള് പാകിസ്ഥാനിലുള്ള ചോറ് പോകണം. ഈ നായിന്റെ അവന് കിടക്കുന്ന ഒറ്റ തൊണ്ടിട്ടുണ്ട് ഈ നായിനെ കൊണ്ട്. സ്ഥലം മനസ്സിലായി. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രചരണ സംവിധാനങ്ങളുമായി ഞങ്ങൾ കല്യാശ്ശേരി പഞ്ചായത്താണ് ഇന്നത്തെ ഞങ്ങളുടെ വലിയടന പഞ്ചായത്ത്. ഇപ്പോൾ കല്യാശ്ശേരിയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ പോകുമ്പോൾ ഞങ്ങൾ രാവിലെ മുതലേ പ്രചരണം കഴിഞ്ഞ് മാട്ടൂർ മേഖലകളിലെ പ്രചരണ സ്വീകരണ കേന്ദ്രങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്യാശ്ശേരിയിലെ കാപ്പൂട്ടുകാവിൻ്റെ അടുത്തുള്ള ഒരു മുണ്ടൻ എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകരുടെ വീട്ടിലാണ് ഇവിടുത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾ ഏർപ്പെടുത്തിയത്. അപ്പോൾ ഉച്ചഭക്ഷണത്തിനായി ഞാനും നമ്മുടെ മണ്ഡലം പ്രസിഡന്റുമാരും അതുപോലെ തന്നെ മണ്ഡലത്തിലെ സെക്രട്ടറിമാരും അതുപോലെ നമ്മുടെ ഇൻചാർജായ ജില്ലാ നേതാക്കന്മാരും ഉൾപ്പെടെ ആ കൂട്ടേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ ഭക്ഷണത്തിനായി കൈ കഴുകി ഇരിക്കുകയായിരുന്നു. ഇരിക്കാൻ പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് കടന്നു വന്ന CPMന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം അവർ ഞങ്ങൾ അതിൻ്റെ അടുത്ത് നമ്മൾ സ്വാഭാവികമായി ഭക്ഷണം കഴിക്കാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ആ വാഹനങ്ങൾ ഞങ്ങൾ പാർക്ക് ചെയ്തതിൻ്റെ റോഡരികിലുള്ള ഒരു സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങൾ എടുത്തിക്കൊണ്ടും ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കുമെന്നും പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുമെന്നുള്ള ഭീഷണിയുമായി CPMന്റെ ഒരു പറ്റും അവിടെ ലോക്കലിലുള്ള ഗുണ്ടാ സംഘം CPM ലോക്കൽ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ വരികയും ഞങ്ങളുടെ ജില്ലാ മണ്ഡലം നേതാക്കന്മാരെയും 25ഓളം വരുന്ന നമ്മുടെ പ്രവർത്തകരെയും എന്നെയും ആ മുകുന്ദേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ കണ്ണപുരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. ആ പോലീസ് സ്റ്റേഷൻ്റെ നല്ല പോലീസ് അധികാരികളുടെ നല്ല ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള കല്യാശ്ശേരിയുടെ കോട്ടകൾ കീഴടക്കാൻ
ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഒരുങ്ങിക്കഴിഞ്ഞു. CPM-ന്റെ നേതൃത്വത്തിലുള്ള കൂട്ടാളികൾക്ക്, അവരുടെ മുന്നണിക്ക് ഉൾഭയം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ തോന്നലാണ്. ഞങ്ങളുടെ ഭക്ഷണ സ്ഥലത്തേക്ക് പോയി ഇരച്ചു കയറുകയും സ്ഥാനാർത്ഥി ഉൾപ്പെടെ എന്നെ ഉൾപ്പെടെ ആക്രമിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്ത ഈ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കപ്പെടാൻ പാടില്ല. കാരണം ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത് CPM-ന്റെ ആളുകൾക്കും എല്ലാ ഭാഗത്തും ഒരു അധികാരികളുടെ ഇത് കൊടുക്കണം. ഇവർക്ക് തക്കതായ മറുപടി ബാലറ്റ് മെഷീനിലൂടെ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം.